ശ്രീ ആർ വി ബാബു, അങ്ങനെ തന്നെയാണോ? നല്ല ഭരണാധികാരികൾ എന്നുള്ളത് മാറ്റി നിർത്താം, ഭക്തർ മാത്രം വിചാരിച്ചാൽ ഇതൊരു മാറ്റത്തിന്റെ തുടക്കമാകുമോ? തീർച്ചയായും ഭക്തർക്ക് വലിയൊരു ചുമതലയുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. ഞാനിതൊക്കെ പറയുമ്പോഴും ഭക്തരുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഒരു വലിയ മാറ്റമുണ്ട്. തങ്ങൾ പണം കൊണ്ടുപോയി ഇടേണ്ടവര് മാത്രമല്ല, തങ്ങളിടുന്ന പണം എങ്ങനെ ചെലവാക്കുന്നു എന്ന് അറിയാനുള്ള ഉത്തരവാദിത്വം കൂടി ഭക്തർക്കുണ്ട്. തങ്ങള് വഴിപാട് നിക്ഷേപിക്കുന്നു, വഴിപാട് പണം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നടക്കിൽ ഇരുത്തുന്നു, നടക്കിൽ വെക്കുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ അത് വേണ്ട, അത് ശരിയായ രീതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ കേട്ട ഒരു സംഭവമാണ്. എനിക്ക് രേഖാപരമായ ഡോക്യുമെന്ററി എവിഡൻസ് നിലയിലില്ല. പരിപൂർണൻ സ്വാമി ക്ഷേത്രത്തിലൊരു വഞ്ചിയില് അദ്ദേഹം ഒരു വള നിക്ഷേപിച്ചു എന്ന് കേട്ടു. കുറെ കഴിയുമ്പോൾ അദ്ദേഹം അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ വള രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ശരിയാണോന്ന് രാധാകൃഷ്ണൻ അറിയാമായിട്ട് വരിക, ശരിയാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോ ഇത് ഭക്തരുടെ ഒരു ഉത്തരവാദിത്തമാണ്. പരിപൂർണൻ സ്വാമി കാണിച്ചത് ഒരു ഉത്തരവാദിത്തമാണ്. താൻ നിക്ഷേപിച്ചത് യഥാർത്ഥത്തിൽ അവിടെ എത്തിയിട്ടുണ്ടോ? അല്ലാതെ ഞാൻ കൊടുക്കുന്നത് കൊടുത്തു, അതിനെ അയാൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള മനോഭാവം ഭക്തർക്കുണ്ട്. ഈ ഒരുപാട് കാര്യങ്ങളിൽ ഭക്തന്മാരുടെ കാര്യത്തിൽ മാറ്റം വരാനുണ്ട്. ഇപ്പോ ആചാരങ്ങളിൽ കാണിക്കുന്ന കാർക്കശ്യം ദേവന്റെ സ്വത്തിൽ കാണിക്കാൻ ഭക്തർ തയ്യാറാവും. സ്വത്ത് എങ്ങോട്ട് ദേവനെ അടിച്ചുകൊണ്ട് പോയാലും കുഴപ്പമൊന്നുമില്ല, അവിടെ ഷർട്ടിട്ട് ഒരാൾ കയറാതിരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ. അത് മാറണം. ഷർട്ട് എടുത്ത് കയറുന്നതിന് ആചാരപരമായിട്ട് തെറ്റാണെങ്കിൽ അതിനെ എതിർക്കണം. ഞാൻ അതിന് വേണ്ടാന്ന അർത്ഥത്തിലല്ല. പക്ഷെ അതിനേക്കാൾ ശക്തമായിട്ട് അവിടെ ദേവനെ അടിച്ചുകൊണ്ട് പോകുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ ഭക്തർ തയ്യാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് ഭക്തന്മാരുടെ മനോഭാവത്തിൽ മാറ്റം വരണം. ഭക്തന്മാർ വിചാരിച്ചാൽ മാത്രമേ ഇതിന് മാറ്റം വരൂ. ഒരു വലിയ ക്ഷേത്ര ശുദ്ധീകരണ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഭക്തന്മാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നേ മതിയാകും. അതിന് വിശ്വാസികൾ ഗൗരവമായിട്ട് മുന്നോട്ട് വരും എന്ന് തന്നെയാണ്. കാരണം കാലത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം അത് ഹൈന്ദവ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളോടുള്ള പ്രതികരണങ്ങൾ ഹിന്ദു സമൂഹത്തിൽ ശക്തമായി കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഭരണകൂടത്തിന് അതിന് നേരെ കണ്ടക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം എത്രയും പെട്ടെന്ന് സംഭവിക്കേണ്ടതാണ്. ഇപ്പൊ ഇവിടെ ഭൂമി നഷ്ടപ്പെട്ടതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ദേവസ്വം ബോർഡ് സമ്മതിച്ച കണക്കാ പറഞ്ഞേ. ദേവസ്വം ബോർഡ് സമ്മതിച്ച കണക്ക്. ഭൂമി നഷ്ടപ്പെട്ടതിനെ കുറിച്ച് എനിക്ക് ഒരുപാട് കഥകൾ അറിയാം. കൊട്ടിയൂർ ദേവസ്വത്തിന് എത്ര ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു എന്നൊക്കെ എന്റെ കയ്യിൽ കണക്കുണ്ട്. അപ്പോ അതൊക്കെ എന്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞ ദേവസ്വം ബോർഡ് സമ്മതിച്ച കണക്ക്, ദേവസ്വം മന്ത്രി സമ്മതിച്ച കണക്ക്, അത്രേ ഉള്ളൂ. അപ്പോ അത്തരം കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനൊരു ശാശ്വതമായ പരിഹാരം വരണമെങ്കിൽ ഒരു ജനകീയമായ മുന്നേറ്റം ഈ കാര്യത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്. ക്ഷേത്രഭരണം അത് വിശ്വാസികൾ നടത്തട്ടെ. അതിന്റെ കുറവുകളും കൂടുതലുകളൊക്കെ അത് അവരുടെ പ്രശ്നമാണ്. അത് അവർ പരിഹരിക്കട്ടെ. അത് ഏതെങ്കിലും തരത്തിൽ അവർ പരിഹരിച്ചോളും. അവർക്ക് അതിനുള്ള കഴിവുണ്ട്. ഈ ഹിന്ദുക്കൾ ക്ഷേത്രം പോലുള്ള ഭരണ സംവിധാനങ്ങൾ നടത്താൻ കഴിവുള്ളവരാണ്. അത് അവർ തെളിയിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അത്തരം സംവിധാനങ്ങൾ ഒരുപാട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവർ ഭരിക്കട്ടെ എന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്.